പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുന്നതിനിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത വിമർശനമാണ് അംഗങ്ങൾ ഉയർത്തിയത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ശ്രീ റെജി ലൂക്കോസ്, മേയറുടെ അഹങ്കാരം പോലും ഈ തോൽവിക്ക് കാരണമായ ഒരു ഘടകങ്ങളായി എന്ന് ഈ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ശ്രീ റെജി ലൂക്കോസ്? ഈ പുതിയ തന്ത എന്നെ എങ്ങനെ രക്ഷിക്കുന്ന അച്ഛൻ പറയണേ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ലോകത്തിലെ രണ്ടാമത്തതും ഇന്ത്യയിലെ ആദ്യത്തതുമായ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്താൻ CPM മാറ്റാൻ പറ്റത്തുള്ളൂ. താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച്? പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു റോൾ മോഡലിനെ പോലെയാണ് ആ പെൺകുട്ടി മേയർ സ്ഥാനത്തിരുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തെ ഊർജ്ജ കാര്യക്ഷമത അവാർഡ് ടൈംസ് ഗ്രൂപ്പിന്റെ അവർക്ക് കിട്ടിയത്. അതിനൊന്നും ഇല്ലേ? ഇന്ത്യയിലെ അത് ലഭിച്ച ഈ വർഷത്തെ ഏക മേയറാണ് ആര്യ രാജേന്ദ്രൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. പക്ഷെ ശ്രീ റെജി ലൂക്കോസ്, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അഹങ്കാരം പോലും, അഹന്ത നിറഞ്ഞ സമീപനങ്ങൾ പോലും തിരിച്ചടിയാകാൻ കാരണമായിട്ടുണ്ട് എന്ന് അംഗങ്ങൾ പറയുന്നുണ്ട്. ആരോടും ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഈ അംഗങ്ങൾ പറയുന്നതനുസരിച്ച് ആ ബസ്സിൽ നിന്ന് കിട്ടിയ ആ മെമ്മറി കാർഡ് കിട്ടാതെ പോയത് നന്നായി, കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുകയാണ് പാർട്ടി അംഗങ്ങൾ. മനസ്സിലായോ? തെറ്റായ ഒരു വിശകലനമാണ്. കാരണം അന്ന് ആ KSRTC ബസ്സിലുണ്ടായ സംഭവം, ആ ബസ്സിലെ ഡ്രൈവറുമായിട്ടുണ്ടായ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടു. അവരോടുള്ള ഒരു അസഹിഷ്ണുത, അവർ ആ പോസ്റ്റിൽ വന്ന അന്ന് മുതൽ അവരെ വേട്ടയാടലിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരുന്നു അത്. വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ആരായിരുന്നു ആ ഡ്രൈവർ? അതിന് ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു നടി ഇയാളിൽ നിന്നും ഉണ്ടായ തിക്താനുഭവങ്ങള് അവർ പരസ്യമായിട്ട് പ്രതികരിച്ചു. അപ്പോൾ അവര് കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതിലേക്ക് തന്നെ വരുന്നത്. അവർ പ്രതികരിച്ചു. അത് സ്ത്രീകൾക്ക് നൽകിയ ഏറ്റവും വലിയ ആത്മധൈര്യമാണ്. അത് പാർട്ടിക്കാർക്ക് എന്താ മനസ്സിലാകാത്തത്? ഒരു വിമർശനപരമായി ആ പാർട്ടി അംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കാർക്ക് ബോധ്യപ്പെട്ടില്ല, പാർട്ടിക്കാർക്ക് പോലും ബോധ്യപ്പെട്ടിട്ടില്ല. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതൊക്കെ ആ പെൺകുട്ടിയോടുള്ള, ആ മേയറോടുള്ള, ആരാധ്യയായ തിരുവനന്തപുരം മേയറോടുള്ള കണ്ണിക്കടിയാണ് വാസ്തവത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത്. അയ്യന്റെ മോനെ, നിങ്ങൾ നാട്ടിലിറങ്ങിയ സ്ത്രീകളോടൊന്ന് ചോദിച്ചേ, ആര്യ രാജേന്ദ്രൻ 21ാമത്തെ വയസ്സിൽ CPM അവരെ മേയറാക്കിയതിനെ കുറിച്ച് അവരുടെ പ്രതികരണം എന്താന്നുള്ളവരും KSRTC ആയിട്ടുള്ള വിഷയത്തിലുള്ള പ്രതികരണം എന്താന്നുള്ളവരും. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാനൊരു രസകരമായ കാര്യം പറയാം. ആര്യ രാജേന്ദ്രനെ അനുകൂലിച്ച് 1-2 പോസ്റ്റ് ചില വ്യക്തികൾ ഇട്ടു. ആ പോസ്റ്റിന്റെ ഒക്കെ അടിയിൽ ഏതാണ്ട് 24K കമന്റുകളൊക്കെയാണ്. ആ കമന്റുകളിൽ ഒരു കമന്റിൽ പോലും ഒന്ന് പിന്തുണച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോലും, അതിൽ വനിതകൾ ഭൂരിപക്ഷമുണ്ട്. വേണമെങ്കിൽ അത് അങ്ങേക്ക് വേണമെങ്കിൽ ഇരുന്ന് വായിക്കാം. അപ്പോൾ ഒരു പൊതുവികാരം ഇക്കാര്യത്തിൽ അവർക്കെതിരായിട്ടുണ്ട്. അതാണ് പാർട്ടി അംഗങ്ങളും പ്രകടിപ്പിച്ചത്. ശ്രീ റെജി ലൂക്കോസ്, ഇനി ഒറ്റ വഴിയുള്ളൂ. ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ശത്രുതയുള്ള ഈ ഫേക്ക് ID, അതിനൊരു ശൃംഖല തന്നെ RSS, BJP, കോൺഗ്രസ്സുകാർ അതിന് തന്നെ കാശ് കൊടുത്തിരിക്കുന്ന ഒരു സംഘമുണ്ട്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതിൽ നിഷ്പക്ഷരമുണ്ട് സാർ, അതിൽ നിഷ്പക്ഷരമുണ്ട്. അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഈ പാർട്ടിക്കൊപ്പമാണ്, പക്ഷേ ഇത് സമ്മതിക്കാനാകില്ല എന്ന് പറയുന്ന ഒരുപാട് പേരെ ആ ഹാൻഡിലുകളിൽ കണ്ടിട്ടുണ്ട്. വോട്ടിന്റെ അടുത്ത് വേദം മൂടിയിട്ട് എന്താ കാര്യം? നിങ്ങളിപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിമർശിച്ചുകൊണ്ടിട്ടാൽ ഇതിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വിങ്ങുണ്ട് കേരളത്തിൽ. ഒരു സംശയമില്ല കാര്യത്തിൽ. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അഭിപ്രായമല്ല, ഒരാൾ തന്നെയായിരിക്കും. അപ്പൊ 3000-4000 കമന്റുകൾ ഇടുന്നത് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? മാധ്യമങ്ങളും അതല്ലാത്ത രീതിയിലുള്ള സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിമർശനങ്ങള്, അത് ശരിയായ വിമർശനമാണ് ഉൾക്കൊള്ളുന്ന പാർട്ടി, ഏക പാർട്ടി CPM. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. CPM-നെ സംബന്ധിച്ചോളം വിവേകം വൈകി ഉദിക്കുക എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല. ഏത് കാര്യം ചെയ്യുക, പിന്നീട് തെറ്റ് തിരുത്തുക, ഞങ്ങൾ തെറ്റ് തിരുത്തുന്ന പാർട്ടിയാണെന്ന് ഘോഷിക്കുക. നന്നായിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതിൻ്റെ അധിപയായി ആർട്സ് സയൻസ് കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രിക്ക് 1ാം വർഷം പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ നിയമിച്ചപ്പോൾ അതിലൂടെ CPM കൊടുത്തു എന്ന് പറയുന്ന മെസ്സേജ് ഞങ്ങൾ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഞങ്ങൾ യുവജനങ്ങളിലേക്ക് പാർട്ടിയെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതല്ല, ഇത്
അങ്ങനെയുള്ള കുട്ടികളെ നിലനിർത്തി എന്തും കാണിക്കാൻ, എന്ത് അക്രമം കാണിക്കാൻ, എന്ത് ക്രമക്കേടും കാണിക്കാനുള്ള ലൈസൻസ് ആക്കി മാറ്റാനാണ് പാർട്ടി ഉദ്ദേശിച്ചിരുന്നതാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ കഴിഞ്ഞകാല പ്രവർത്തികൾ മുഴുവനും അങ്ങനെയായിരുന്നു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പിൻവാതിൽ നിയമനങ്ങൾ, അവിടെ നടക്കുന്ന അഴിമതികൾ, അതിനെല്ലാത്തിനും ഒപ്പിട്ട് കൊടുക്കാൻ ചോദിച്ചാൽ പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. എന്താ ഉറക്കം വരുന്നു. വാസ്തവത്തിൽ അന്ന് നമ്മുടെ ചാനലിലെല്ലാം കാണുന്ന ആർക്ക് മനസ്സിലാവും ഒരു തെരുവ് ഗുണ്ട കണക്കാണ് മേയറും മേയറുടെ ഭർത്താവും പെരുമാറുന്നുള്ള സത്യത്തിൽ അറിയാന്നുള്ളതാണ്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും അവരവിടെ അന്ന് പോലീസിനെ വിളിച്ച് പറയുകയും അല്ലെങ്കിൽ കമ്മീഷണറെ വിളിച്ച് പറയുകയും നടപടി എടുത്തുന്നെങ്കിൽ എന്ത് നന്നായിരിക്കുന്നു. 100% ഞാൻ യോജിക്കുന്നു. ആര്യ രാജേന്ദ്രന് ആകെ ഒരു വർഷമേ ഉള്ളൂ. ഇനിയെങ്കിലും അവർ തെറ്റ് തിരുത്താൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും തെറ്റ് തിരുത്തും എന്നുള്ള പ്രതീക്ഷ ആര്യ രാജേന്ദ്രൻ മാത്രമല്ല CPM-നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.